ഓഗസ്റ്റ് 15-ന് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന പ്രോ മോഡി, പ്രോ RSS ആയി നിരന്തരം ഫേസ്ബുക്കിൽ ഇടപെടുന്ന, പ്രോ BJP ആയി ഇടപെടുന്ന ഒരു വ്യക്തി സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഒരു പത്രക്കട്ടിങ് എടുത്ത് അതിനെ സംബന്ധിച്ച് നുണകൾ എഴുതുകയുണ്ടായി. ഒരു അല്പമാത്രമായ സത്യം പറയുകയും ബാക്കി മുഴുവൻ സത്യങ്ങളെയും പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ച ഒരു രീതി. അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സുപ്രഭാതം ദിനപത്രത്തിൻ്റെ പേജ് ഈ വലത് സൈഡിൽ കാണിക്കുന്നതാണ്. അതിൽ ജവഹർലാൽ നെഹ്റു, മൗലാന അബുൽ കലാം ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ബ്രഹ്മദത്തൻ നമ്പൂതിരി, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്, ആലി മുസ്ലിയാർ, കുമരംപുത്തൂർ സീദിക്കോയ തങ്ങൾ, അങ്ങനെ അതിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലും ഇന്ത്യയിലും ദേശീയ അടിസ്ഥാനത്തിലും കേരളത്തിലും ഉള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു അവരെ സംബന്ധിച്ച് ഉള്ള ഒരു റൈറ്റപ്പാണത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റ് ഇങ്ങനെയാണ്. പാരലൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. അതായത് നേതാജിക്കും ഗാന്ധിജിക്കും നെഹ്റുവിനും ആസാദിനുമൊപ്പം ഇരിക്കുകയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും പിന്നെ ആലി മുസ്ലിയാരും സീദിക്കോയ തങ്ങളുമൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘപരിവാർ പശ്ചാത്തലമുള്ള എല്ലാവരുടെയും പ്രശ്നമാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നുള്ളതും അതേപോലെ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുസ്ലിം പേരുകാരായ പണ്ഡിതന്മാരെയും ആളുകളെയും ഒക്കെ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തും. അപ്പോൾ മലബാർ കലാപം അദ്ദേഹം പറയുകയാണ്, മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമായിരുന്നില്ലെന്നും ഹിന്ദുക്കളുടെ കൂട്ടക്കൊല ആയിരുന്നെന്നും നിർബന്ധിത മതപരിവർത്തനവും വിവാഹങ്ങളും നിറഞ്ഞ വർഗീയ കലാപമായിരുന്നെന്നും എഴുതിയ ആളാണ് പിൽക്കാലത്ത് നമ്മുടെ ഭരണഘടനാ ശില്പിയായി മാറിയ BR അംബേദ്കർ. ഇത് സംബന്ധിച്ച് അംബേദ്കറിനെ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് എന്ന് എത്രയോ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. അംബേദ്കർ തെറ്റിദ്ധാരണ മൂലമാണ് അത് എഴുതിയതെന്നും അംബേദ്കറിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നും എത്രയോ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. വസ്തുതയില്ലാത്ത കാര്യങ്ങൾ പറയണം. അംബേദ്കറിനെ ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ളൊരു നിർബന്ധിത മതപരിവർത്തനമോ വിവാഹങ്ങളോ പിന്നെ അവിടെ ഒരു കലാപമോ ഒന്നുമല്ല നടന്നത്. യഥാർത്ഥത്തിൽ അതൊരു പിന്നെ കാർഷിക ഒരു പെസന്റ് റവല്യൂഷനാണ് നടന്നത്. ഒരു കാർഷിക വിപ്ലവമാണ് യഥാർത്ഥത്തിൽ മലബാറിൽ നടന്നത് എന്നുള്ളത് സ്വതന്ത്രരായ ലോകാടിസ്ഥാനത്തിലുള്ള എല്ലാ ചരിത്രകാരന്മാരും എഴുതിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹം ബാക്കി പറയുകയാണ്, മലബാർ കലാപത്തെ ഒരു കാർഷിക സമരമായി കാണിക്കുന്നത് പോലും സത്യത്തെ വളച്ചൊടിക്കുന്നതിന് തുല്യമാണെന്നാണ്. കാർഷിക സമരം എന്നുള്ളതാണ് പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പിന്നെ തീരുമാനിച്ചൊരു സംഗതി. അപ്പോൾ പിന്നെ ഇദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി, അതിന് തെളിവായിട്ട് ഇദ്ദേഹം പിടിക്കുന്നത്, മലബാർ കലാപത്തിൽ പങ്കെടുത്തവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയില്ലെന്നും ആ കലാപത്തിൻ്റെ ലക്ഷ്യം രാജ്യത്തിൻ്റെ വിമോചനമായിരുന്നില്ലെന്നും കേരളത്തിൽ നിന്നുള്ള MP ആയ CK ചന്ദ്രപ്പനെ അറിയിച്ചത് ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഉമാശങ്കർ ദീക്ഷിത് ആയിരുന്നു. അപ്പോൾ ഇത് പകുതി ശരിയാണ്. അതായത് ഇത് ബാക്കിയുള്ള സത്യങ്ങളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമാണ്. അതായത് CK ചന്ദ്രപ്പൻ 1973 CK ചന്ദ്രപ്പൻ 1973 ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതിനു മുമ്പുള്ള സംഗതി എന്ന് പറയുന്നത്, ആ 70 കാലഘട്ടങ്ങളിൽ അന്നത്തെ കേരള സർക്കാർ മലബാറിൽ നടന്ന വിപ്ലവത്തെ പിന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് പിന്നെ പാർലമെൻറ്റിൽ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മന്ത്രിയായിരുന്ന ഉമാശങ്കർ ദീക്ഷിത്തിനോട്
ചോദ്യം ഉന്നയിച്ചത് സി കെ ചന്ദ്രപ്പനാണ്. അന്ന് സി പി ഐയുടെ എം പി ആയിരുന്ന സി കെ ചന്ദ്രപ്പൻ ചോദ്യം ഉന്നയിക്കുകയാണ്. ഇതേപോലെ എന്താണ് ചോദ്യം? അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, പിന്നെ ഈ കലാപത്തെ സംബന്ധിച്ച് എന്താണ് പിന്നെ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സി കെ ചന്ദ്രപ്പൻ അതിൽ ചോദിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സി കെ ചന്ദ്രപ്പൻ്റെ ചോദ്യം ഇതാണ്: The Honorable Minister has assured the House during the course of half an hour discussion on the question pension to the freedom fighters that the government will consider the question of granting pension to the participants in the Mopla rebellion in Kerala. അതായത് പിന്നെ എന്താണ്, ഹാഫ് ആൻ അവർ ചർച്ചയിൽ പിന്നെ ആഭ്യന്തരമന്ത്രി എന്തുണ്ട് ഇതിനെ സംബന്ധിച്ച് ഫ്രീഡം ഫൈറ്റേഴ്സ്, അതായത് മോപ്ല റിബല്യൻ എന്നുള്ളതാണ് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഫയലുകളിലും നമ്മൾക്ക് കാണാൻ കഴിയുന്ന പേര്. അതിനെ സംബന്ധിച്ച് അതിൽ പങ്കെടുത്ത ആളുകൾക്ക് പെൻഷൻ നൽകുന്നതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതിനെ സംബന്ധിച്ച് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉത്തരം പറയുന്നത് പിന്നെ ഉമാശങ്കർ ദീക്ഷിത് അല്ല. ആ സമയത്ത് സി കെ ചന്ദ്രപ്പന് ഉത്തരം പറയുന്നത് ശ്രീ രാം നവാസ് മിർധയാണ്. ഇതാണ് 1973 സി കെ ചന്ദ്രപ്പൻ ചോദിച്ച ചോദ്യവും ഉത്തരവും. ഓക്കെ, അപ്പോൾ ദിസ് മാറ്റർ ഹാസ് ബീൻ ബ്രോട്ട് അപ്പ് ഫ്രം ടൈം ടു ടൈം ആൻഡ് വി ഹാവ് സീൻ ഓൾ ദ റെക്കോർഡ്സ് ആൻഡ് as on today our discussion is that it should not be included in the list of freedom fighters. ഇതെപ്പോഴാണ്? 1973 സി കെ ചന്ദ്രപ്പൻ ഇത് ചോദിക്കുന്നത്. അദ്ദേഹം വീണ്ടും ഇതേ ചോദ്യം പിന്നെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ശ്രീ എസ് ഡി പാട്ടീലിനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹവും ആ സമയത്ത് തന്നെ ഇതിനെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടം കൊണ്ട് തീർന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൻ്റെ പിന്നെ എന്താണ് ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റിന് താഴെ പോയിട്ട് അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കുന്നുണ്ട്, ആ പാർലമെൻറ്റ് രേഖ ഒന്ന് വിടാൻ. അപ്പോൾ അദ്ദേഹം ഇടുന്ന രേഖ ഇതാണ്, ഇതാ പിടിച്ചോ, ജേണൽ ഓഫ് പാർലമെൻ്ററി ഇൻഫർമേഷൻ വോളിയം 19 നവംബർ 4 പേജ് 1073-74. അപ്പോൾ ഇതിൽ പറയുന്നത് ദ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ശ്രീ ഉമാശങ്കർ. അപ്പോൾ ഈ ഉമാശങ്കർ മറുപടി പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിനാണ്. മൂന്നാമത്തെ പ്രാവശ്യം സി കെ ചന്ദ്രപ്പൻ ഇതേ വിഷയം പാർലമെൻറ്റിൽ ചോദിക്കുമ്പോഴാണ് ഉമാശങ്കർ തന്നെ, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉമാശങ്കർ തന്നെ, നേരിട്ട് മറുപടി പറയുന്നത്. സോഫാർ ഇതുവരെ മോപ്ല റിബല്യൻ വാസ് കൺസേൺ ദ ഗവൺമെൻറ് ഹാഡ് ഗോൺ ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് ദിസ് മൂവ്മെൻറ്റ്. The government had also gone into the statements of the Mahatma Gandhi resolution passed by the International Congress and record statement after research contained writings well-known historians like Mr. മജുംദാറിൻ്റെ മാത്രം അഭിപ്രായം എടുത്തിട്ടാണ് അന്ന് ഗവൺമെൻറ് സോഫാർ എന്ന് ഉപയോഗിക്കുന്നത്. ഇതുവരെ കിട്ടിയ തെളിവുകൾക്കനുസരിച്ച് ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ളതാണ് ഉമാശങ്കർ പറഞ്ഞത്. അല്ലാതെ പൂർണ്ണമായിട്ട് മലബാർ വിപ്ലവത്തെ, മലബാർ സ്വാതന്ത്ര്യ സമരകാലത്തെ നടന്ന വിപ്ലവത്തെ പൂർണ്ണമായിട്ട് ഇന്ത്യൻ സർക്കാർ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ പിന്നെ ഇതാണ് ഇദ്ദേഹം ആ കമൻറ്റിൽ കൊണ്ടിട്ടത്. ഞാൻ അപ്പോൾ തന്നെ ആ കമൻറ്റിൽ അദ്ദേഹത്തിന് മറുപടി ചോദിക്കുന്നുണ്ട്. 1981 രേഖയുണ്ട്, അതുകൂടി കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിന് പിന്നീട് മറുപടി പറഞ്ഞിട്ടേയില്ല. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്നാണ് ചർച്ച. അപ്പോൾ ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായ അന്വേഷണങ്ങൾ നടത്തി. തുടർച്ചയായ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാർലമെൻ്ററി രേഖകളുണ്ട്. പാർലമെൻ്ററി രേഖകൾ പിന്നെ പാർലമെൻറ്റിൻ്റെ parliament.sanssad.in അകത്ത് നമ്മൾക്ക് പോയാൽ പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള 1800 മുതലുള്ള പിന്നെ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരുന്ന പാർലമെൻറ്റിൻ്റെ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നമ്മൾക്ക് അതിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ 1921 മുതൽ പാർലമെൻറ്റിൽ ഈ മോപ്ല റിബല്യൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലൈബ്രറി സൻസദിൽ കയറി നോക്കിയാൽ നമ്മൾക്ക് അതിൽ മോപ്ല റിബല്യൻ എന്ന് സെർച്ചിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1920 മുതലുള്ള ഫയലുകൾ ഇങ്ങനെ താഴോട്ട് വരും 1981 വരെ.
80 വരെയുള്ള പാർലമെൻറ്റ് രേഖകളും പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇതിൻ്റെ തീരുമാനം, ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൻ്റെ റിപ്പോർട്ടും നമ്മൾക്ക് ലഭ്യമാണ്. അപ്പോൾ 1973, 74 കാലഘട്ടങ്ങളിൽ സി കെ ചന്ദ്രപ്പൻ 3 ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 3 ചോദ്യങ്ങൾ. അപ്പോൾ ആ 3 ചോദ്യങ്ങൾക്കാണ് ഇതിന് പിന്നെ അത് തുടക്കത്തിൽ പറഞ്ഞു പരിഗണിക്കാമെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു അന്വേഷണത്തിലാണെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു ഇതുവരെ ലഭ്യമായ തെളിവുകൾക്കനുസരിച്ച് മാപ്പിള റെബല്യൻ എന്താണ് പിന്നെ ഒരു ഫ്രീഡം ഫൈറ്റായിട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് 1973-74 കാലഘട്ടം. ഇനി 76 ജനുവരി 7 പാർലമെൻറ്റ് സെഷനിൽ പ്രിയപ്പെട്ട നേതാവ് സി എച്ച് മുഹമ്മദ് കോയ ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് ചോദിക്കുന്നത്? അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, വെദർ എനി ഫൈനൽ വിൽ പിന്നെ സി എച്ച് മുഹമ്മദ് കോയയാണ് ചോദിക്കുന്നത്. 129 നമ്പറിൽ ചോദ്യം ശ്രീ സി എച്ച് മുഹമ്മദ് കോയ, വിൽ ദ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ബി പ്ലീസ്ഡ് ടു സ്റ്റേറ്റ് വെദർ എനി ഫൈനൽ ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ എബൌട്ട്. അപ്പോൾ അതുവരെ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വെദർ എനി ഫൈനൽ ഡിസിഷൻ ഹാസ് ബീൻ taken about giving pension to those and dependents of those who took part in the Moppala rebellion, a part of the independence struggle in Kerala, and if so, facts thereof. അപ്പോൾ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഇൻ ദ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് പിന്നെ മുഹ്സിൻ FH മുഹ്സിൻ പറയുന്ന മറുപടിയാണ്, നോ സർ, ഇതുവരെ എന്തിട്ടില്ല, ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാർ, ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ പറഞ്ഞു ഇതുവരെ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡസ് നോട്ട് അറൈസ്, അതുമായിട്ടുള്ള രേഖകൾ വന്നിട്ടില്ല. ഇത് എന്നാണ് ശ്രദ്ധിക്കണം, ജനുവരി 7, 1976. ഇനി ഇതാണ് ഇത് പിന്നെ സി എച്ച് മുഹമ്മദ് കോയ ചോദിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പാർലമെൻറ്റ് രേഖകളിൽ പിന്നീട് ഒരു ഡേറ്റ് കാണുന്നത് ഓഗസ്റ്റ് 8, 1980. ഓഗസ്റ്റ് 8, 1980. അന്ന് ചോദ്യം ചോദിക്കുന്നത് ആരാണ്? നമ്മുടെ കേരളത്തിൻ്റെ മുൻ മന്ത്രി, വൈദ്യുതി മന്ത്രിയായിരുന്ന AK ബാലനാണ്. റെക്കഗ്നിഷൻ ഓഫ് മോപ്പുലർ റിബല്യൻ ഓഫ് 1921 കേരള ഫോർ പേയ്മെൻറ്റ് ഓഫ് പെൻഷൻസ് എൻ്റെ ഹെഡിൽ 7033 ചോദ്യമായിട്ട് ശ്രീ AK ബാലൻ, will the Minister of Home Affairs be pleased to state whether government have recognized the so-called Moppala rebellion of 1921 as a part of independence struggle? ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പരിഗണിച്ചിട്ടുണ്ടോ? ഇഫ് സോ, ഇത് ഏത് വർഷമാണ് ചോദിക്കുന്നത് നോക്കണം. 1980-ലാണ്. 73, 74, 75, 76 ഒക്കെ കഴിഞ്ഞിട്ടാണ് 80 വരുന്നത്. പിന്നെ ഇഫ് സോ, വെദർ ഗവൺമെൻറ് പ്രൊപ്പോസ് ടു ഗിവ് പെൻഷൻ to the participants therein as given to the other freedom fighters. മറ്റുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിന് കൊടുക്കുന്നത് പോലെ, സ്വാതന്ത്ര്യ സമര സേനാനികൾ കൊടുക്കുന്നത് പോലെ, പിന്നെ മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത, മലബാർ വിപ്ലവത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഫ്രീഡം ഫൈറ്റേഴ്സായിട്ട് കണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് കണ്ട് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതിന് മറുപടി പറയുന്നത് യോഗേന്ദ്ര മഖ്വാന എന്ന് പറയുന്ന മന്ത്രിയാണ്. അന്ന് പിന്നെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന യോഗേന്ദ്ര മഖ്വാന 1980 ഓഗസ്റ്റ് 6 നടന്ന പാർലമെൻറ്റ് സെഷനിൽ AK ബാലന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മാറ്റർ ഈസ് അണ്ടർ റിവ്യൂ. എന്നാണ്. പിന്നെ അതായത് ഇത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. ഇതെപ്പോഴാണ്? ഓഗസ്റ്റ് 6, 1980 ഇത് പറയുന്നത്. ഇനി 1981 ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് പിന്നെ മലബാർ വിപ്ലവത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്, അതിലെ പോരാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു 1981. അതിൻ്റെ ഫൈനൽ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫൈനൽ റിപ്പോർട്ട്, അത് 1981-82 കാലഘട്ടത്തിലെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ന്യൂഡൽഹി, അതിൻ്റെ ആനുവൽ റിപ്പോർട്ട് 1981-82, 1981-82 ആനുവൽ റിപ്പോർട്ടിൽ പിന്നെ ഈ വിഷയം എന്ത് ചെയ്യുന്നുണ്ട്? അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. 62-ാമത്തെ പേജിൽ എന്താണ് പറയുന്നത്? ഇതിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നുള്ള ഹെഡിൽ 61-ാമത്തെ പേജിൻ്റെ അവസാനത്തിൽ തുടങ്ങുന്നു. ഇൻ ഓഗസ്റ്റ് 1980 വെൻ
ഫ്രീഡം ഫൈറ്റർ പെൻഷൻ സ്കീം വാസ് ലിബറലൈസ്ഡ് ആൻഡ് റീനെയിംഡ് ആസ് സ്വതന്ത്രത സൈനിക് സമ്മാൻ പെൻഷൻ സ്കീം. 1980 ഓഗസ്റ്റിൽ, അതായത് 1980 ഓഗസ്റ്റ് 6-നാണ് AK ബാലൻ അവസാനമായിട്ട് പിന്നെ പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നു എന്തുണ്ട്, ഈ പിന്നെ പെൻഷൻ സ്കീം വിപുലപ്പെടുത്താൻ തീരുമാനിച്ചു, കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് ആളുകളെ പരിഗണിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ എന്താണ്, ദിസ് കമ്മിറ്റി ഈസ് പ്രസൻറ്റ് കൺസിഡറിങ് ദ റെക്കഗ്നിഷൻ ഓഫ് സെർട്ടൈൻ മൂവ്മെൻറ്റ്സ് ആസ് പാർട്ട് ഓഫ് ദ നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ. ഈ കമ്മിറ്റി കുറച്ച് നാഷണൽ മൂവ്മെൻറ്റിന്, ദേശീയ പ്രക്ഷോഭങ്ങളെ, അതായത് കുറച്ച് ദേശീയ പ്രക്ഷോഭങ്ങളെ കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ഒന്നാമതായിട്ട് പറയുന്നത് ദ മാപ്പിള റിബല്യൺ ഓഫ് കേരള ഹാസ് നൗ ബീൻ റെക്കഗ്നൈസ്ഡ് ഫോർ അഡ്മിസിബിലിറ്റി ഫോർ സമ്മാൻ പെൻഷൻ. അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെൻഷൻ കൊടുക്കാൻ ഇത് സംബന്ധിച്ച് ഈ വിഷയത്തിൽ തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട എന്താണ് പിന്നെ ശ്രീജിത്ത് പണിക്കരോട് പറയാനുള്ളത്, നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ എന്താണ് അതിൻ്റെ പൂർണ്ണമായ സത്യം പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നീതിയുക്തമായ വിഷയം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ആളുകളെയൊക്കെ ഈ പറയുന്ന വിഷയത്തിൽ സംഘപരിവാറിന് അനുകൂലമായി നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1981 ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മലബാർ വിപ്ലവത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ തന്നെ, ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിക്കുകയും ദേശീയ മൂവ്മെൻറ്റിനോട് ചേർത്ത് വെക്കുകയും അതുപോലെ തന്നെ പിന്നെ പോരാളികൾക്ക്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത, മലബാർ വിപ്ലവത്തിൽ പങ്കെടുത്ത പോരാളികൾക്ക് പിന്നെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഈ പറയുന്ന അർദ്ധസത്യങ്ങൾ പറയാതിരിക്കുക. നന്ദി.